ഞമ്മിപ്പോഴാ തിരൂരല്ല മലപ്പുറം തിരൂരല്ല മലപ്പുറത്ത് തിരൂരേക്കൊന്ന് പോടാൻ നമ്മളിപ്പോൾ അവിടെ കണ്ടില്ല. ഇല്ല ഇപ്പൊ നമുക്ക് അറ്റുള്ള സ്ഥലം അറിയാം. ആ പുതിയ പോടും ഇപ്പോൾ താനൂരുള്ളത്. നമുക്കിനി പോകേണ്ട ഇങ്ങോട്ടല്ല, പരപ്പനങ്ങാടി നേരെ കിട്ടും. പാണ്ടിമുറ്റം വലത്തോട്ട്, തെയ്യാല വലത്തോട്ട്, വെഞ്ഞൂർ വലത്തോട്ട്. നമുക്ക് പോകേണ്ട പാണ്ടിമുക്ക കൊണ്ടില്ല. പാണ്ടിമുക്ക് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിടിക്കാൻ പറ്റുമോ? കോഴിക്കോട്. പിന്നെ നേരെ പിടിച്ച കോഴിക്കോട് ഇല്ല. പിന്നെ ഈ പോകുന്ന കഴിക്കാൻ വെള്ളപ്പുള്ള ഹോട്ടൽ ഉണ്ടാവും. അപ്പം നീ നോക്കാം ഏത് ഹോട്ടലിലെ മത്തിക്കറി ഉണ്ട്, നീ അവിടെ കയറും. അയിലക്കറി ഏത് ഹോട്ടലിലല്ല നോക്കുക, ആടെ ഞാൻ കയറിക്കോളാം. ഏതോട്ട് മത്തിക്കറി കയറിയാ പൈസ ഇല്ലാണ്ട് കിട്ടുന്ന ഹോട്ടലുണ്ട്. അത് സെമീർ ഉണ്ടല്ലോ, പൈസ എല്ലാം കഴിഞ്ഞില്ലേ? ബജാജിന്റെ പൈസ ഉണ്ടാ അല്ല ഓറ് ടാർജറ്റ് ഒക്കെ എടുത്തിയാ ഇത് തിരിച്ചാടെ തീറ്റി ശ്രദ്ധിക്കാറില്ല. അത് ലാഭം ഉണ്ടെങ്കിൽ നഷ്ടമുണ്ട്. പണ്ട് ഇതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മൾ സമരത്തിന് പോയതാന്നല്ല, അങ്ങനെ സേനാനികൾ പോകുമ്പോ ഇതേപോലെ ഫുഡൊന്നും ഇല്ല പോലും. അന്ന് കാളവണ്ടിയില്ല പോക്ക്. അന്ന് കണാറിന്റെ ഫോട്ടോയില്ലേ പിന്നെ ചോദിച്ചേ നോട്ടിലടിക്കാൻ വേണ്ടിട്ട്. ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയാലോ പൈസ കണ്ട രാജ്യത്ത് പൈസ വേണ്ടേ, എല്ലാവർക്കും പൈസ വേണ്ടേ. അപ്പൊ ഈ പൈസ ഉണ്ടാക്കിയാലല്ലേ ഉണ്ടാവൂ. അപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോത്തിന് ചോദിച്ചിട്ട് ഓർ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സംഭവം എന്നിട്ട് കൊടുക്കാനി കൊടുത്തിട്ട് ഓരോ ഓർക്ക് സാധനമോഹന്റെ ലിസ്റ്റല്ലോ, അതുകൊണ്ട് ഓർ കൊടുക്കാൻ. പക്ഷെ ഇവര് പഹയന്മാരാണ്. ഇവരതിന്റെ മറ്റേ ഭാഗത്തോട് ഒഴിവെച്ചിട്ട് വെള്ളക്കാളി കൊടുക്കാൻ അങ്ങനെ എപ്പോൾ കൊടുത്താലടിക്കാൻ വേണ്ടിട്ട് കണാരൻ അങ്ങനെ പറഞ്ഞു. പിന്നെ കണാരെന്ന് പറഞ്ഞത് വേറെ കണാരൻ പറഞ്ഞത് ഇവരിങ്ങനെ എന്റെ ഫോട്ടത്തിൽ ഇങ്ങനെ ചോദിക്കുന്നില്ല ചോദിച്ചു. ഞാൻ അതിനാ ചെലവാണ്ടേ ചെലവാൻ വേണ്ടിട്ടാണ് ഈ ഫോട്ടത്തിൽ ചോദിക്കുന്നത്. അതായത് ഓറ് തന്നെ ഈ സ്വാതന്ത്ര്യ സമര സേനാനിന്റെ മൂത്ത ആളാന്നല്ല, ഓറെ വെക്കുമ്പോ അറിയപ്പെട്ട ആളായിട്ട് ഇത് ഫോട്ടോ കാണാൻ വേണ്ടിട്ടായിട്ട് ആള് വാങ്ങും പൈസ. ഈ മുട്ടക്ക് പൈസയും ബാക്കിക്ക് സോപ്പും വാങ്ങലുണ്ടല്ലോ വണ്ടി. മുട്ട കൊണ്ട് പോയിട്ട് സോപ്പും ബാക്കിക്ക് പൈസയും അതേപോലെ പൈസ വാങ്ങും. അപ്പൊ നമുക്ക് വെയിറ്റപ്പ് ചെയ്യാം. അടുത്ത വെള്ളപ്പം കോഴിക്കോടായിരുന്നു വെള്ളപ്പൊന്നില്ല കാണാതെ. വെള്ളപ്പം ഇന്ത പെടുന്നറിയാം, നല്ല മൊളീഷല്ലേ, ചൂടുള്ള മൊളീഷൻ. ഈ അയില നേരെ ഇത്രയിലെ അയിലയില്ലേ അത് നടുക്കുന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് നല്ലൊരു മൊളീഷനാക്കി വെള്ളപ്പത്തിന് നടുക്ക് വയ്ക്കുക. വെള്ളപ്പം ഇങ്ങനെ തൊടുമ്പോ കൊയ്യാണോ നടുക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. മലപ്പുറത്ത് കുയിന്ന് മലപ്പുറം കുച്ചിന്ന് പറയണോ? കുച്ചില് കൊയ്യ പറ്റൂല വെച്ചിടുക. പിന്നെ ഇവർക്ക് തിരിഞ്ഞോ? ഇനി നമ്മളെവിടെയൊക്കെ നമ്മ കോട്ടയത്ത് ഈ ഭാഷയല്ലേ ഉപയോഗിച്ചു. കോട്ടയത്ത് നമ്മൾ ഉറങ്ങിയത് ബാക്കിയോ, അതുകൊണ്ട് നമുക്ക് ഭാഷ വരണമെന്നില്ല. നമ്മൾ പെട്ടോഴി തലശ്ശേരിന്ന് കേട്ട പാട്ട് എങ്ങനെയാന്ന്? ഇഞ്ഞി മായരുതേ ഇഞ്ഞി മറയരുതേ ഇഞ്ഞി മാറി മറയരുതേ. ഇപ്പൊ മലപ്പുറത്ത് ആ പാട്ട് എങ്ങനെ കേൾക്കുന്നത്? ഇജ്ജ് മായരുതേ ഇജ്ജ് മറയരുതേ ഇജ്ജി മാഞ്ഞി മറയരുതേ. കാസർഗോഡ് എങ്ങനെ കേൾക്കാൻ പോകുന്നത്? കാസർഗോഡ് എത്തുമെന്ന് അറിയാം. ഇച്ച മറയരുതേ ഇച്ച മറയരുതേ ഇച്ച മാഞ്ഞു മറയരുതേ. ഇച്ച വെള്ളീച്ച ഇത് കുഞ്ഞീച്ച നേരത്തെ കണ്ടത് ചേറീച്ച. പണിയെന്നെ